ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൽ നമ്മളിന്ന് വീട് അപ്ഗ്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്കിന്ന് വീട് അപ്ഗ്രേഡ് ചെയ്യുന്ന ജോലിയാണ് ഉള്ളത്. ഓക്കെ ഗായ്സ്, നമുക്കിന്ന് വീട് അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങൾ നാളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തോ, ലൈക്കും ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോ ഗായ്സ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇന്നലെ തന്നെ ഇത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, നമുക്ക് മറന്നുപോയി. അപ്പം ഇപ്പം തന്നെ അങ്ങോട്ട് വെച്ചേക്കാം. നമ്മൾ ഇന്നലെ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഇതാണ്. ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം ഒരു ഇതായിട്ട്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീട് ഇത്ര ലെങ്ത്ത് കാണും. അത് അവിടെ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ കുറേ നേരം എടുക്കും. അതാണ് ഗൈസ്, നമുക്കത് മൊത്തം മുറിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ മറ്റേ വീഡിയോ ഇന്ന് തന്നെ ഇടുന്നുണ്ട്, അതുകൊണ്ട് 2 വീഡിയോ നിങ്ങൾ കാണണം. നമുക്ക് അയൺ നല്ലോണം കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളാം. നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അയൺ പിക്കാക്സ്, ഷിയേഴ്സ്, ഇതൊക്കെ അങ്ങനത്തെ ഒക്കെ പറയണം. അതൊക്കെ ഉണ്ട്. അയൺ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിനെ മണ്ടയ്ക്ക് വിടുമ്പോൾ വീഡിയോ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്റ്റോണെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അറ്റത്തങ്ങോട്ട് വെക്കണം. അറ്റത്ത് വെക്കാം ഗൈസ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വീട് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് വീട് അപ്ഗ്രേഡ് ചെയ്യുന്ന ജോലിയിലോട്ട് കടക്കാം. നമ്മൾ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ വീട് ഇപ്പം തന്നെ ഏതൊരു പട്ടിക്കൂട് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. എൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നമുക്ക് 3 ബ്ലോക്ക് ഹൈറ്റിൽ വെക്കാം. ഇങ്ങനെ വെക്കാം. കഴിഞ്ഞ് ഗൈസ്, നമ്മുടെ സ്റ്റോൺ മൊത്തം തീർന്നു. നമ്മുടെ വേറെ സ്റ്റോണും ഇല്ല ഗൈസ്. നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യണം ഗൈസ്. വലിയ പണിയാണ് ഗൈസ് സ്റ്റോൺ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. എവിടെ ആയിരിക്കും സ്റ്റോൺ ഇരിക്കുന്നത്? ഓക്കെ, ഇവിടെ ഉണ്ട് നമുക്ക് സ്റ്റോൺ. ഇവിടെ നമുക്ക് സ്റ്റോൺ മുറിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റോൺ മുറിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റോൺ മുറിച്ചെടുക്കുവാണ്. അപ്പുറത്തുള്ള പട്ടിടിച്ചൊരു ശല്യം കാണും, അതുകൊണ്ട് ക്ഷമിക്കണം. കണ്ടേ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് മൊത്തം മുറിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമുക്കിത് മൊത്തം മുറിച്ചെടുക്കാം ഗൈസ്. ഇവിടെ വെള്ളമാണ് ഗൈസ്. അയ്യോ എനിക്ക് വയ്യ. ഓക്കെ, നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന്. ഓക്കെ, നമുക്ക് ഈ അറ്റത്തള്ളയും കൂടി മുറിച്ചെടുക്കാം. ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം. ഇവിടെ അങ്ങനെ മേശി അയൻ കിട്ടിയേ. നമുക്ക് അയൻ കിട്ടിയേ. ഒന്നല്ലേ 8 എണ്ണം. യെസ്. നോക്കി ഗൈസ്, നമ്മൾ ഇന്നത്തെ ഗോള് ഇത് പറ്റും ഗൈസ്. ഷിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. 6 എണ്ണം ഉണ്ട്. 8 എണ്ണം പിന്നെയും കൊള്ളായിരുന്നു. എത്ര അയൻ കിട്ടിയോ എന്താ. ഇത് ഹാർഡ് കോർ ഞാൻ ചീറ്റ് ചെയ്തൊന്നുമില്ല. ഹാർഡ് കോർ അതെ നമ്മളെ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സീഡ് അടിച്ച് മനസ്സിലായില്ല. നല്ല സീഡുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിനകത്ത് താഴത്തോട്ട് പോവാം. കുറച്ച് പോവാം. മുറ്റ സീഡാണ് കേട്ടോ, നിങ്ങൾ എടുത്ത് നോക്കണ്ടായിരുന്നു കേട്ടോ. ആദ്യം വില്ലേജ് കിട്ടി, പിന്നെ ഒരു വീട് കിട്ടി, പിന്നെ ഗൈസ് നമുക്കൊരു ഇത് കിട്ടി. ഓക്കെ ഗൈസ്, നമുക്ക് മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ മൊത്തം മുറിച്ചെടുക്കാൻ ഷൗലോണ്ട് ഇതും കൂടി നമുക്കൊന്ന് പൊടിക്കാം. ഈ പണ്ടാരം പിടിച്ച പട്ടിയുടെ ശല്യം. ഓക്കെ, ഇതൊന്ന് മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം. അവിടെ കോളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഈ കോളാണ് മുറിച്ചെടുക്കണം വേണ്ട. ഓക്കെ ഗൈസ്, നമുക്ക് മണ്ടയ്ക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് ഇത്രയൊക്കെ മതി. ഇത് മതി, നമുക്ക് ഇത് പോയി മുറിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് മുറിച്ചെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മുറിച്ചെടുക്കുകയാണ്. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി സ്റ്റോണും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം. അവിടെ കോളൊക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് സ്റ്റോൺ മൊത്തം മുറിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ സ്റ്റോൺ മൊത്തം മുറിച്ചെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ സ്റ്റോൺ മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടോർച്ച് വെക്കാം. ഈ സോംബിയല്ല സോണാണ്. നമ്മൾ അന്നത്തെ എപ്പിസോഡ് അവിടെ സോമായിട്ടുള്ളതാണ്. അങ്ങനെ ഓക്കെ, നമ്മൾ ഇങ്ങനെ പോവാം. ഓക്കെ, രാത്രി നമുക്ക് കിടന്ന് ഉറങ്ങാം. ഓടിപ്പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഇത് ഈ ബെഡിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചത്. ഓക്കെ, നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ 6 ദിവസം ബ്ലേഡ്, നമുക്ക് 100 ഡേയ്സാണ് ബ്ലേഡ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ബാക്കി സ്റ്റോണും കൂടി ആയിട്ട് വെച്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റോണും കൂടി അങ്ങോട്ട് വെക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്ത് ലൈക്കും ചെയ്ത് റോഡ് ടു 500K ആണ്. ഇപ്പം തന്നെ എല്ലാവരും ചെയ്തു വെച്ചോ. അന്ന് ഏതൊരാളോന്ന് എന്തൊരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നിട്ട് അവൻ നമുക്ക് പേട കൊടുക്കാം. ഓക്കെ, ഇത് മൊത്തം ഇത് എടുക്കാം. ഓക്കെ, നമ്മൾ കുഞ്ഞാണ് സ്വിഫ്റ്റ് വിളിച്ചത്. സ്വിഫ്റ്റ് ഈ ദൈവങ്ങളെ താത്തോണേന്നും പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്.
പക്ഷേ ഇത് വെയ്യ ആയതുകൊണ്ട് ചുമ്മാ നിൽക്കിയാൽ മതി, അത് വലിയ പ്രശ്നമില്ല. ആ മൊത്തം വെക്കാം ഗൈസ്. ഓക്കെ, അവിടെയും കൂടി നമുക്കൊന്ന് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ വെക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ വെച്ചു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മൊത്തം വെക്കുന്നുണ്ട്. നമ്മൾ വെച്ചു ഗൈസ്. അതും കൂടി നമുക്ക് മുറിച്ചെടുക്കാം. അത് നമുക്ക് താഴത്തുള്ള ഈ വുഡല്ല, ഈ ഗ്രാസ് ഒന്ന് മാറ്റാം. ഈ ഗ്രാസ് പൊളിയാണ് ഗൈസ്. ഇവിടെ ഡോർ വെക്കാം ഗൈസ്. അവിടെ നമുക്ക് ഇവിടെ താഴത്തെ ഇതൊന്നും മുറിക്കാനുണ്ട്. ഇതിനകത്ത് എന്തുവാ ഞാൻ വെച്ചാൽ വുഡാന്ന് എന്തെങ്കിലും മുറിച്ചെടുക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് മുറിക്കാം. ഓക്കെ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്തോ, ലൈക്കും ചെയ്തില്ല ഇപ്പം തന്നെ ചെയ്തോ. ഓക്കെ ഗൈസ്, നമ്മൾ മൊത്തം മുറിച്ചെടുക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ മൊത്തം മുറിച്ചെടുക്കുകയാണ്. മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് മൊത്തം. കാരണം ആക്ഷൻ ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് 1.5 ടെക്സ്ചർ പാക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ മൊത്തം മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തം റീപ്ലേസ് ചെയ്ത് വെക്കാം. നമ്മുടെ സ്റ്റോൺ മൊത്തം തീർന്നു ഗൈസ്. പുതിയ സ്റ്റോൺ എടുക്കാം ഗൈസ് നമുക്ക്. അങ്ങോട്ട് നമ്മുടെ വീടതാ. നമ്മുടെ വീട് വലുതല്ല, അവർ കുഞ്ഞാപ്പി വീട്, നമ്മളെ പണ്ടത്തെ കുഞ്ഞാപ്പി വീട് അതേപോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ആ വീടാന്ന് വിചാരിച്ചു ഗൈസ്. ഓക്കെ, സ്റ്റോൺ എടുക്കാം. അതിൻ്റെ നമുക്ക് എന്തെങ്കിലും ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ പിക്കാക്സ് ഇല്ല. നമ്മുടെ പിക്കാക്സ് ഇപ്പോൾ ഉറക്കോ? അയ്യോ, എൻ്റെ കയ്യിൽ സ്റ്റോണില്ലല്ലോ. പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു അടിക്ക് പൊട്ടും. കണ്ടോ കിട്ടും ഗൈസ്. ഇത് ഊരടിക്ക് പറ്റിക്കാൻ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത വീഡിയോയ്ക്ക് ഒരു ഇതിൽ വേണം പറ്റുമെനിക്ക്. അല്ല ലൈക്ക് ചെയ്യണം കേട്ടാ. ഓക്കെ ഗൈസ്, നമുക്ക് മൊത്തം ഒന്ന് മുറിക്കാം. കണക്ക് പൊട്ടി ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്തോ കള്ളക്കളിയെ ലൈക്ക് ചെയ്തോ. ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മറ്റേ ഇത് വുഡൻ പിക്കാക്സ് എടുത്ത് പൊട്ടിക്കാം ഗൈസ്. അല്ല വേറെ വഴിയില്ല. സ്റ്റോണൊന്നും ഇല്ല, ഒരു സ്റ്റോൺ പോലും ഇല്ല ഗൈസ് നമ്മുടെ കയ്യിൽ. നമ്മളെ ഇങ്ങനെ എടുക്കാനാണ്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ വുഡൻ പിക്കാക്സ് ഇപ്പോൾ തന്നെ പൊട്ടുമല്ലോ. ഒരു 6 വുഡും കണ്ടും 6 സ്റ്റോണും കണ്ടും പൊട്ടിച്ചപ്പോൾ എടുത്തതാണ്. അപ്പോൾ തന്നെ പൊട്ടും. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നും മൊത്തം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്ര ലെങ്ത് ഉണ്ട്, അത് വേറെ കാര്യം. ഇവിടെ ടോർച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ സോംബി വന്ന് പിന്നെ കാണാം. ഓക്കെ, സമയം മേലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ മേലോട്ട് പോയിട്ട് നമുക്ക് സ്റ്റോൺ റീപ്ലേസ് ചെയ്ത് വെക്കാം. അവിടെ തന്നെ റീപ്ലേസ് അല്ല, പ്ലേസ് ചെയ്ത് വെക്കാം. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ പൊടിച്ചിട്ട് പ്ലേസ് ചെയ്യാം, അങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം? കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഞാൻ അത്തോടി കയറിട്ട് നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഒരു ഫർണേസ് ഉണ്ടാക്കാം. നമുക്ക് അയൺ കിട്ടുക സ്മെൽറ്റ് ചെയ്ത് വെക്കാൻ. ഓക്കെ ഗൈസ്, നമുക്ക് ആ ഫർണേസ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ആ ഫർണേസ് എടുത്ത് നമ്മൾ കാഫറിൻ്റെ അവിടെ മുന്നേ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ ഇത് വെക്കാം. നമ്മൾ വെച്ചിട്ടുണ്ട് കോൾ വെച്ച് അയൺ വെച്ച്. അയൺ കോട്ടാവട്ടെ, നമുക്കത് പണിയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി ഡോർ അടിച്ചിട്ട് പിന്നെ പോയിട്ട് നമുക്ക് ഇച്ചിരി കൂടി സ്റ്റോൺ കളക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ടേക്ക് എവിടെയെങ്കിലും കുഴിക്കാം. എവിടെ കുഴിക്കാം ഗൈസ്? ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാം കുഴിക്കാം. അവിടെ വെള്ളമാണ്. ഇവിടെ വെള്ളം കാണത്തില്ലല്ലേ? ഇവിടെ വെള്ളം കാണുമോ ഗൈസ്? കാണുവാണോ ഗൈസ്? നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, മൊത്തം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. വെള്ളം അടച്ചോക്ക്. ഇവിടെ പൊട്ടനാണ് ഞാനത് എഡിറ്റ് ചെയ്ത് ഞാൻ അടച്ചോക്കാൻ നോക്കിയത്. അടിപൊളി. അടച്ചോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. അവിടെ വെട്ടുപോയി. അതായത് നമുക്ക് ഒന്നും കൂടി വെക്കാം. അതിനെ മനസ്സിലായത് ഞാൻ ഒരു കാര്യം മറന്നു. ഞാൻ നിന്ന സ്ഥലത്തും തന്നെ വന്ന് ഞാൻ ഈ ഇൻവെർട്ടർ എടുത്തോണ്ട് ഞാൻ കണ്ടില്ല. അത് എടുത്തതിന് മനസ്സിലായി. ഇങ്ങോട്ട് വന്നത് ഇവിടെ ടോർച്ചെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. ഞാൻ നമുക്ക് ഇതെങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു? അതേ നമ്മൾ കുഴിച്ചു പോയി. ഓക്കെ, നമ്മൾ മൊത്തം ഒന്ന് കുഴിച്ചെടുക്കുക. അത് എന്താ ഫോട്ടോ ഞാൻ എനിക്ക് മനസ്സിലായത്. ഞാൻ എന്തോ എനിക്ക് ഇങ്ങനെ പോകുന്നതിന് അതാ എനിക്ക് മനസ്സിലാവാത്ത കാര്യം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. മുന്നേ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചത് ബുദ്ധിശാലിയായിട്ട്. ഇതെങ്ങോട്ടേക്ക് പോകുന്നത്? ഇതങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അങ്ങനെ ഞാൻ കറങ്ങി നടക്കുമായിരുന്നു ഗൈസ്. അതിനാ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു ഗൈസ്. ഓക്കെ, അവളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ചുമ്മാ അത് രസത്തിന്. അതിനെ മനസ്സിലായത് അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്ന് ബ്ലോക്ക് പിടിച്ചോ നോക്കാൻ. ഓക്കെ, നമ്മളെ മേലോട്ടൊന്ന് പിടിച്ചു നോക്കി. അത് അതെന്ന് എനിക്കൊരു സംശയം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലായത് അങ്ങനെയാണ്. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെട്ടായിരുന്നു. അത് പറയാം എനിക്ക് ബുദ്ധി ടെക്നോളജി ഉപയോഗിച്ചിന്. ഇപ്പോൾ വെള്ളം വരും. അപ്പം ഞാൻ നീന്തി മേലോട്ട് കയറി നോക്കി. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പം ഞാൻ മേലോട്ട് കയറി. അത് ഞാൻ മനസ്സിലായത് ഞാൻ പൊട്ടനായിട്ട് അഭിനയിക്കുവാണെന്ന് എനിക്ക് തോന്നിയത്. അത് ഞാൻ നേരെ റീപ്ലേസ് ചെയ്ത് നല്ല അടച്ചു വെച്ച് നമ്മൾ മൊത്തം അടച്ചു വെക്കുവാണ്.
താഴെയും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അവിടെ ഞാൻ ന്യൂബാണ് അവിടെ ഡേർട്ട് വെക്കാം. അത് നമ്മൾ ഡേർട്ട് വെച്ചിട്ടുണ്ട്. അതായത് നല്ല കാർത്ത ഇടുന്നത്. ഞാൻ എന്ത് കറക്റ്റ് താൻകുൽ ചോക്കുള്ളിൽ താൻ തന്നെ വീഴുന്ന കണക്കായിപ്പോയി. ഇച്ചിരി കൂടി സ്റ്റോൺ കളക്ട് ചെയ്യും അവിടെ നിന്ന് മുറിച്ചിട്ട് ഇത്രയൊക്കെ മുറിക്കും. ഇത്ര മതി ഈ മുറിച്ച് തന്നെ ഞാൻ ന്യൂബാ. കാരണം ഈ മുറിച്ച് തന്നെ മറ്റേ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അതെ ഇതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ പെട്ടുപോയി. അത് ഞാനത് ഞാൻ തന്നെ ക്ലോസ് ചെയ്ത് ഞാൻ എന്ത് പണിയോടി കാണിച്ചത് അത് വേറെ വരും. ഇത് അവിടെ സ്റ്റോണൊക്കെ ഉണ്ട്. ഓക്കെ നമ്മുടെ സ്റ്റോണൊക്കെ നമ്മൾ വിനവന്തിക്കാൻ നോക്കാം. നമുക്ക് ഇനി മണ്ടയ്ക്ക് ഇറങ്ങാൻ കഴിച്ചത് ഇവിടെ സ്റ്റോൺ കൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി മൊത്തം കഴിപ്പിക്കാം. നമുക്ക് ഈ താഴത്ത് ഇങ്ങനെ വെക്കാം. നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റോൺ ഉണ്ട്. നമുക്കൊരു പ്രശ്നമല്ല മൊത്തം കൊണ്ട് റീപ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ കഴിച്ച് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. ഓക്കെ നമുക്ക് ഇവിടെയും കൂടി ഇങ്ങനെ റീപ്ലേസ് അല്ലേ ഇത് ഡയറക്റ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ നമുക്കിത് ഹെഡ് റൂഫ് വരയ്ക്കാം. എന്താ വേണമെന്ന് ഞാൻ പറയാം. മേൽപ്പൂര വരയ്ക്കാം. മേൽപ്പൂര നമുക്കൊന്ന് ഉണ്ടാക്കാം. ഓക്കെ നമ്മൾ മേൽപ്പൂരയും കൂടി ഉണ്ടാക്കുകയാണ്. ഓക്കെ ഗൈസ് നമ്മൾ മേൽപ്പൂര ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി എന്തുണ്ടാക്കണം? ഞാൻ ഇച്ചിരി സ്റ്റിക്ക് ഉണ്ടാക്കി നമുക്ക് ഇച്ചിരി ഇത് കളക്ട് പേര് മറന്നുപോയി. ഇത് ടോർച്ച് നമുക്ക് ടോർച്ചല്ല. നമുക്ക് അയൺ ഇങ്ങോട്ട് കിട്ടി. നമുക്ക് അയൺ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം. നൂബാണ് ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ ഗൈസ് ഞാൻ നൂബെന്ന് ഉറപ്പിച്ചു. ഓക്കെ ഗൈസ് നമുക്ക് ഇനി ആദ്യം തന്നെ ഷീൽഡ് ഉണ്ടാക്കാം. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം ആദ്യം തന്നെ. ഫ്ലെക്സിങ് ടേബിളൊക്കെ ഉണ്ടാക്കാൻ. പക്ഷെ നമുക്ക് സ്റ്റീൽ ഉണ്ടാക്കണ്ട. ആദ്യം നമുക്ക് തന്നെ ഉണ്ടാക്കേണ്ടത് ടോർച്ച് വേണം. ടോർച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ടോർച്ചല്ല നമുക്ക് ടോർച്ചറിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നല്ല. ടോർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ. ഇത് ഇൻവെൻട്രി മൊത്തം ഒന്ന് ക്ലീൻ ആക്കട്ടെ. നമ്മുടെ ഇൻവെൻട്രി മൊത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുള്ളതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് ഇതെല്ലാം എടുത്ത് ഇവിടെ വെക്കാം. ഇതിവിടെ പെയിൻറ്റൊക്കെ ഉണ്ട്, പിന്നെ ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇതെല്ലാം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഇൻവെൻട്രി വെച്ചാൽ ഡോർ എടുത്ത് ഇവിടെ വെക്കാം. നമ്മൾ ഡോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഡോറാണ് ഗൈസ്. ഡ്രസ്സുള്ള ഡോർ ഈ കണ്ടോ. ഞാൻ ഇവിടെ വെച്ച് കയറിയത് ഗൈസ്. നോക്കെ ഡോർ നോക്കി. നമ്മുടെ പോസിനുണ്ട്. ഓക്കെ നമ്മൾ ഡോറൊന്ന് പോയി പൊളിച്ചെടുക്കാം. ഓക്കെ നമ്മൾ ഡോറ് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വന്നവിടെ തന്നെ തിരിച്ചു വെക്കാം. ഓക്കെ നമ്മൾ തിരിച്ചു വെക്കാൻ പോവാണ്. ഓക്കെ ഗൈസ് നമ്മൾ തിരിച്ചു വെക്കുന്നുണ്ട്. ഈ ഡോറ് റീപ്ലേസ് ഇവിടെ വെക്കണോ? ഇവിടെ വെക്കണം. എനിക്ക് മുന്നിൽ വെക്കുന്നില്ല നല്ലത് ആണോ? അതാ നല്ലത് തോന്നുന്നു. ഞാൻ ശരി സ്റ്റോൺ എടുക്കട്ടെ. മുന്നിൽ വെക്കുന്നത് തന്നെ നല്ലത്. അല്ല പിന്നെ നല്ല മുന്നിൽ വെക്കുന്നത് തന്നെ കൊള്ളത്തില്ല. ഇതെൻ്റെ അകത്ത് എന്തുവാണ് ഇത്? എനിക്ക് കയറാൻ പറ്റത്തില്ല. റാറാണം പറഞ്ഞ. ഓക്കെ നമുക്ക് വേഗം ഒന്ന് വെക്കാം. ഓക്കെ ഗൈസ് നമ്മൾ വേഗം വെക്കുന്നുണ്ട്. ഓക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോറിൻ്റെ ഭാഗത്ത് ഡോർ വെക്കാം. താഴത്ത് കൂടി പൊട്ടിക്കാം. ഓക്കെ നമ്മൾ താഴത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ വെച്ചിട്ട് നമുക്ക് രണ്ട് ഈ എന്തുവാ ഇത് ഡോറിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പൊട്ടനാ. ഓക്കെ നമ്മൾ ഡോർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് മറ്റേ ടോർച്ച് വെക്കാം. ഞാൻ പിന്നെ ഇൻഡോണ്ട് കയറി ടോർച്ച് അതിൻ്റെ കൈ തന്നെ ഇരിപ്പുണ്ട്. അതിന് ഇൻഡോണ്ട് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എളുപ്പമായിട്ട് ടോർച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വീടിൻ്റെ അപ്ഗ്രേഡ് വീട് കണ്ടിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇനി മറ്റേ ഇതൊക്കെ ഉണ്ടാക്കാം. അയൺ ടൂൾസ് അതെല്ലാം ഉണ്ടാക്കാം. ഇനി ഉണ്ടാക്കണം അതിനെ കൊണ്ടായ ആദ്യം തന്നെ ഒരു ഷീൽഡ്. ഇതിനെ കിടന്ന് ഉറങ്ങിയിട്ട് വേറൊരു ഷീൽഡ് അത് മതി. ഓക്കെ നമുക്ക് കിടന്ന് ഉറങ്ങാം. ഓക്കെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ടാക്കാം. ഷിയർ അങ്ങനെ കണ്ട് ഷിയേഴ്സ് അങ്ങനെ കണ്ടുമല്ലേ? അങ്ങനത്തെ എന്തൊരു സാധനം ഉണ്ടാക്കണം. ഷിയർ ഉണ്ടാക്കണം. അതിനെങ്ങനെ കണ്ടു എൻ്റെ പേര് മറ്റേ കത്രികനെ എന്തോ പറയുന്നത്? എന്തൊക്കെ ഷിയറല്ലേ? അത് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. ഷിയേഴ്സ് ഉണ്ടാക്കാം. പിന്നെ പിക്കാക്സും കൂടി ഉണ്ടാക്കാം. ഓക്കെ കഴിഞ്ഞു. ഓക്കെ നമുക്കൊരു ഷവനൊന്നും ഉണ്ടാക്കണം. ഓക്കെ ഗായ്സ് ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.